പുരാണം പ്രകാരം പരമശിവന്റെ പത്നിയും ആദിപരാശക്തിയുടെ അവതാരവുമാണ് ശ്രീ പാർവതി. ശക്തി സ്വരൂപിണിയായ പാർവതി പരമശിവന്റെ പാദശരീരമായാണ് അറിയപ്പെടുന്നത്. പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായതിനാലാണ് ദേവിക്ക് പാർവതി എന്ന നാമം ലഭിച്ചത്. കഠിന പരീക്ഷണങ്ങളിലൂടെയാണ് പാർവതി ശിവന്റെ പത്നിയായി മാറിയത്. ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് ശിവപാർവതിമാരുടെ പുത്രന്മാർ. ഇരുവർക്കും അശോകസുന്ദരി എന്ന ഒരു പുത്രി കൂടിയുണ്ട്. ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരമായ പാർവതി പ്രകൃതിയും ശക്തിയും കുണ്ടലിനിയുമാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ഏത് മംഗളകാര്യവും ശുഭകരമാകുമെന്ന വിശ്വാസം കൂടിയുണ്ട്. പരമശിവന്റെ കൂടെ ചിത്രീകരിക്കുമ്പോൾ ദേവിക്ക് ഇരുകൈകൾ മാത്രമാണുള്ളത്. എന്നാൽ ദുർഗാരൂപത്തിലും കാളീരൂപത്തിലും ദേവിക്ക് 8-18 കരങ്ങളുണ്ട്. സർവഗുണസമ്പന്നയായ പാർവതിക്ക് ഭുവനേശ്വരി രൂപത്തിലും ത്രിപുരസുന്ദരി രൂപത്തിലും 4 കരങ്ങളുണ്ട്. ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ഡികാ കോപം കാണിക്കുന്നത് ദേവിക്ക് ചണ്ഡിക എന്ന നാമം ലഭിച്ചു. അസുര നിഗ്രഹത്തിനായി ദേവി സ്വീകരിച്ച രൂപമായിരുന്നു കാളി. പൊതുവെ ദേവിയുടെ വാഹനം സിംഹമാണെങ്കിലും മഹാഗൗരി രൂപത്തിൽ ദേവിയുടെ വാഹനം ഋഷഭം അഥവാ കാളയാണ്. മിക്ക ശിവക്ഷേത്രങ്ങളിലും പാർവതിക്ക് പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. ദീർഘമാംഗല്യ യോഗം, ഇഷ്ടവിവാഹം, സർവമംഗളം എന്നിവ പാർവതി ഉപാസനയുടെ ഫലമാണ്. സതീദേവിയുടെ പുനർജന്മമാണ് പാർവതി. പാർവതി ദേവിയുടെ ഇരുവശങ്ങളിലും സരസ്വതി, ലക്ഷ്മി എന്നീ ദേവിമാരെ കണ്ടുവരാറുണ്ട്. ഇരുവരും പാർവതി ദേവിയുടെ അവതാരങ്ങളാണ്. ഇവർ മൂവരും ത്രിമൂർത്തിമാരുടെ പത്നിമാരാണ്. അമ്മ പാർവതി ഈ പ്രപഞ്ചത്തിന്റെ മാതാവാണ്. ദേവിക്ക് ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രധാന സ്ഥാനമുണ്ട്.